നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് രാവിലെ ഈ പെൺകുട്ടി ഇവരുടെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല. ഇതുവരെ അവരെ കണ്ടതുമില്ല. എടോ, ഈ പെൺകുട്ടി പറഞ്ഞില്ലേ അവളുടെ ആ അമ്മായിയമ്മ ഞാനാണ്. അയ്യോ, എന്റെ മരുമകളാണ് അവള്. ഇത്രയും നല്ല മേഡത്തെ കുറിച്ചാണോ ആ പെൺകുട്ടി ഓരോന്ന് പറഞ്ഞത്? അതെ, അവൾക്ക് മാനസികമായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട്. ഇത് പുറത്തു പറയുന്നത് ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാനസിക പ്രശ്നമുള്ള കൊച്ചായിരുന്നു അത്? കണ്ടാ പറയില്ല കേട്ടോ. ഒട്ടും പറയില്ല. പക്ഷേ വാസ്തവം അതാണ്. അവൾക്ക് ഞങ്ങളൊക്കെ ശത്രുക്കളാണ്. എന്നെ അവള് അവളുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടാ കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ദ്രോഹിക്കണം. അതിനുവേണ്ടി അവൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടും. ഒരുപാട് ബുദ്ധിമുട്ടുകള് ഇതേപോലെ അവൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ മോനും അതറിയാം അല്ലടാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സുഖമില്ലാത്ത കുട്ടിയായി പോയില്ലേ. ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ മാഡം? കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ധാരാളം ട്രീറ്റ്മെന്റും നടത്തിയതാ. പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ആ ദേ, ഇപ്പൊ അവൾ എങ്ങനെയോ നിങ്ങളെ കണ്ടെത്തി എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. മാഡം ഇപ്പൊ ഇവിടെ വന്ന് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആകെ വിഷമിക്കുമായിരുന്നല്ലോ. അവൾ എനിക്കെതിരെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നി അന്വേഷിച്ചപ്പോഴാ അവള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത വിവരം മനസ്സിലായത്. ആ ഏതായാലും ഇനി അവള് വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാ നിങ്ങളത് വിശ്വസിക്കരുത് കേട്ടോ. ഫോൺ ചെയ്താ എടുക്കുകയും ചെയ്യരുത്. അവൾ ഇനി ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അഥവാ വന്നാൽ അപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പറയണം. പറയാം മാഡം. ഞാൻ അപ്പോഴേ വിചാരിച്ചു ജീവനോടിരിക്കുന്ന എന്റെ ഫോട്ടോ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുമെന്ന്. മാഡം സമാധാനമായിട്ടിരിക്കെ. ഞാൻ ഇനി ആ കൊച്ചു വിളിച്ച ഫോൺ എടുക്കില്ല. അഥവാ വന്ന ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഉറപ്പായി മാഡത്തെ അറിയിക്കുകയും ചെയ്യാം. ഏതായാലും ആ കുട്ടിക്ക് പെട്ടെന്ന് സുഖമാവട്ടെ. മാഡത്തിന് ഫോൺ നമ്പറും തരൂ. നമ്പർ പറഞ്ഞു. ഓക്കെ മാഡം. ശരി. ആ ശരി എന്നാ. ശരി. വാ. ചേച്ചി ചേച്ചി എത്ര സമർത്ഥമായ പാർവതി ഒരു മനോരോഗിയാണെന്ന് അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേ. ഇനി അവൻ ഏതായാലും ചേച്ചിക്കെതിരെ വാ തുറക്കില്ല. ഇല്ലെങ്കിൽ ഇവന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ വേണ്ടി വന്നേനെ. പ്രതാപ, ഇയാളിപ്പം ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെങ്കിലും ഇവൻ ഈ കടയിലിരിക്കുന്നത് നമുക്കത്ര പന്തിയല്ല. അവളേതായാലും ഇയാളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്ത് ഇയാളെ ഇവിടുന്ന് ഒഴിപ്പിക്കണം. ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം ചേച്ചി. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.